ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന തിരുവചനം आज के मनन के लिए लिया हुआ वचन जो है വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാം വാക്യം. मत्ती के सुसमाचार 11 अध्याय उसके 12 वचन को हम पढ़ेंगे। അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. ആ, സത്യമായിട്ട് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. यूहन्ना बपतिस्मा देने वाले के दिनों से अब तक स्वर्ग के राज्य में बलपूर्वक प्रवेश होता रहा है और बलवान उसे छीन लेते हैं। ദൈവരാജ്യത്തിൽ ആം, നാം പ്രവേശിച്ചു കഴിഞ്ഞോ? क्या हम परमेश्वर के राज्य में प्रवेश कर चुके हैं? എങ്ങനെയാണ് നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്? हम कैसे प्रभु के राज्य में प्रवेश कर सकते हैं? ആം, ഇവിടെ പറയുന്നത് ബലാത്കാരികൾ സ്വർഗരാജ്യത്തെ പിടിച്ചടക്കുന്നു. और यहाँ पर हम देखते हैं कि जो लोग हैं बलपूर्वक प्रभु के राज्य में प्रवेश करते हैं। ആ, ആരാണ് ബലാത്കാരികൾ? कौन है ये बलपूर्वक प्रवेश करने वाले लोग? പ്രതിസന്ധികളെ തോൽപ്പിച്ച് മുന്നോട്ട് പോകുന്നതായ വ്യക്തികളാണ് ബലാത്കാരികൾ. जो जीवन के मुश्किलों को पीछा करते हुए आगे बढ़ने वाले लोग हैं, ऐसे बल के साथ जाने वाले लोग। ബുദ്ധിമുട്ടുകളെയും തടസ്സങ്ങളെയും വകവയ്ക്കാതെ നിശ്ചയദാർഢ്യത്തോടു കൂടി ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നവരത്രയും ബലാത്കാരികൾ. और जो जीवन में आने वाली कठिनाइयों को और रुकावटों को ध्यान ना देते हुए आगे की ओर बढ़ने वाले लोग हैं, ये बलपूर्वक प्रवेश करने നമ്മൾ वाले। ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കുന്നതിന് വേണ്ടിയും നമുക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നതായ അന്ധകാരത്തിന്റെ ശക്തികളുണ്ട്. और हम लक्ष्य स्थान में ना जा सके, इसीलिए हमारे खिलाफ हमारे जीवन में युद्ध करने वाले ऐसे अंधकार की शक्तियां होती हैं। അപ്പൊ ആരാണ് ബലാത്കാരികൾ എന്ന് ചോദിക്കുമ്പോൾ എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായാലും തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും ഒട്ടും പിന്മാറാതെ നിൽക്കുന്നതായ വ്യക്തികളത്രേ ബലാത്കാരികൾ. और कौन है ये बलपूर्वक प्रवेश करने वाले? जो भी हमारे रुकावट करने वाले लोग होंगे, उसके भी सामना करते हुए जो लक्ष्य के स्थान की ओर जाते हैं, वे हैं इस प्रकार के लोग। തിരുവചനത്തിൽ കർത്താവ് നമുക്ക് അനവധിയായിട്ടുള്ളതായ വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. परमेश्वर का वचन में प्रभु ने बहुत प्रकार की वायदाओं को हमें दिया हुआ है। ഈ വാഗ്ദത്തങ്ങൾ ദൈവമക്കൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അവകാശമാണ്. और ये वायदाएं जो हैं परमेश्वर के संतान होने के नाते ये हमारा हक है। അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ബലാത്കാരത്തോടുകൂടി തന്നെ അതിശക്തമായ ഒരു നിലപാട് എടുക്കുന്നതായ വ്യക്തികളായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. और ये प्राप्त करने के लिए बड़े सामर्थ्य रूप से उसे प्राप्त करने वाले लोग होने के लिए हमें तैयार होना है। മറ്റു വാക്കുകളിൽ പറയുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് വരെയും തുടർമാനമായിട്ട് നാം അത് ഒരു വിട്ടുവീഴ്ചയും കൂടാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. दूसरे शब्दों में यदि कहें तो ये जब तक हमारी प्रार्थनाओं का उत्तर नहीं मिल पाता है, तब तक हमें बिना रुके प्रार्थना करते रहना है। ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടത്തിന്റെ ജീവിതം അത്രേ. और मसीह जीवन जो है वो एक आमीन बड़ा एक जो है एक 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 युद्ध का जीवन है। കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ ആ നന്മകൾ പ്രാപിക്കുന്നതിന് വേണ്ടിയും പൈശാചിക ശക്തികളോടുകൂടിയും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നാം പോരാടി അതെല്ലാം സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു. और प्रभु ने हमें जीवन में रखे हुए हर एक आशीषों को प्राप्त करने के लिए बिना कोई रुकावट का या बिना कोई आमीन रोक टोक का हमें उसे प्राप्त करने के लिए तैयार होना है। നമുക്ക് യാഗപീഠത്തിന്റെ കൊമ്പുകളെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കേണ്ടിയിരിക്കുന്നു. और हमें उस आमीन जो संदूक के जो सींगों को पकड़कर थामे रखकर वहीं पर दृढ़ खड़े रहना आवश्यक है। ഉത്തരം കിട്ടുന്നത് വരെയും നാം തുടർമാനമായിട്ട് പ്രാർത്ഥന മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് യേശു നമ്മോട് പറയുകയുണ്ടായി.
यीशु मसीह हमसे ये बात को बताते हैं, कहते हैं कि जब तक हम आमीन हमारे विषयों का उत्तर ना पाले तब तक हमें निरंतर प्रार्थना करते रहना है। ആ, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെ ഉറച്ച നിലപാട് നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. और उसे प्राप्त करने के लिए बड़ा एक दृढ़ निर्णयों को लेना बहुत जरूरी है। തിരുവചനത്തിൽ അങ്ങനെയുള്ളതായ അനേകം വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. और प्रभु के वचन में ऐसे बहुत सारे लोगों को हम देख पाते हैं। ഒരു വിധവയായ സ്ത്രീ തന്റെ ന്യായമായ കാര്യം അത് തീർപ്പാക്കി കിട്ടുന്നതിന് വേണ്ടി തന്റെ പ്രതിയോഗിയിൽ നിന്നും തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയും ഒരു ന്യായാധിപന്റെ അടുക്കലെത്തി. और एक विधवा स्त्री जो है एक बार अपने जीवन में अमीन उसकी न्याय की चीजों को प्राप्त करने के लिए एक न्यायाधीश के पास वो जाती हैं। തന്നെ കേൾക്കുന്നതിന് തയ്യാറാകാതെ അയാൾ മൈൻഡ് ചെയ്യാതെ നടക്കുന്നതായ ഒരു വ്യക്തിയായിരുന്നു. और ये जो न्यायाधीश है ये विधवा स्त्री की बातों को नहीं सुनता था और ना उसी के कोई बातों की ओर ध्यान देते थे। ആ ന്യായാധിപനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീ ഒരു ശല്യക്കാരിയായി തീർന്നു. और उस न्यायाधीश को यदि संबंधित हम बात करें तो ये जो विधवा स्त्री है उसे तंग करने वाला एक व्यक्ति के समान वो देखते थे। താൻ എവിടെ പോയാലും ഈ സ്ത്രീയുടെ സാന്നിധ്യം അത് തന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. और वो कहीं पर भी क्यों ना जाए ये विधवा स्त्री का पीछा करना उसे बहुत तंग करता था। നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യങ്ങളായിരുന്നു തനിക്ക് നേരിടേണ്ടി വന്നത് എങ്കിൽ തന്നെയും ആ സ്ത്രീയും നിശ്ചയദാർഢ്യത്തോടുകൂടി അത് തന്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി പിന്തുടർന്നുകൊണ്ടേയിരുന്നു. और इस स्त्री को कई बार इस न्यायाधीश के सामने से जो है निरुत्साह करने वाली बातें या कार्यों को वो देखते थे, परंतु ये जो है अपने लक्ष्यों को ठान लगाते हुए वे उस व्यक्ति का पीछा करते रहीं। ദൈവമക്കൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് വരെയും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. और यीशु मसीह इसके द्वारा हमें सिखाता है कि जब तक हमें अपनी प्रार्थनाओं की उत्तर नहीं मिलता है तब तक हमें विषयों के लिए प्रार्थना करते रहना है। അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്തതായ ഒരു നിലപാട് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. और इसलिए हमें अपने जीवन में कोई भी समझौता ना करने वाला ऐसा एक जीवन शैली को अपनाना बहुत जरूरी है। ദൈവമക്കൾ എന്ന നിലയ്ക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തതൊക്കെയും തിരുവചനത്തിൽ വാഗ്ദത്തം ചെയ്തതൊക്കെയും നമ്മുടെ ജന്മാവകാശമാണ്. और परमेश्वर के संतान होने के नाते प्रभु यीशु ने जो भी हमारे जीवन में वायदा दिया है वो हमारा हक का है। അതുകൊണ്ട് അതൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി ബലാത്കാരേണ അത് നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ നാം ഒരു നിലപാടെടുക്കണം. और वो सब प्राप्त करने के लिए एक जबरदस्ती का एक अनुभव और एक बड़े आमीन जो है जो दृढ़ता के साथ उसको पा लेने का एक इच्छा हमें हमारे अंदर होना है। വചനപ്രകാരമുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് വരെയും ആ നന്മകൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം റിലീസ് ചെയ്യുന്നവരെയും അത് നാം നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രതികൂലങ്ങളെ അവഗണിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. वचन के प्रकार से जो जो आशीषें हमें प्राप्त होना है वो प्राप्त होने तक हमें प्रार्थना करते रहना है, चाहे कितना भी प्रतिकूल अवस्थाओं को हमें सामना करना पड़े वहां पर भी हमें दृढ़ रहकर प्रभु के आशीषों के लिए प्रार्थना करना है। ദൈവമക്കളുടെ അവകാശത്തിൽ നിന്നും അത് പ്രാപിച്ചെടുക്കുന്നതിൽ നിന്നും അവരെ തടയുന്നതായ അന്ധകാരത്തിന്റെ ശക്തികൾ ഈ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. प्रभु के लोगों की प्रार्थनाओं के रुकावट के लिए, प्रार्थनाओं के आशीषों के रुकावट के लिए इस संसार के अंधकार की शक्ति काम करते हुए हम कई बार देख पाते हैं। യേശു ക്രിസ്തു സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ വിത്ത് വിതയ്ക്കുന്നവന്റെ ഒരു ഉപമ ഒരു സ്റ്റോറി പറയുകയുണ്ടായി. यीशु मसीह जब स्वर्ग राज्य के विषय में हमें सिखाता है तो आमीन बीज बोने वाला एक व्यक्ति के बारे में हमें कुछ दृष्टांतों को देता है। അവിടെ വിത്ത് വിതച്ചപ്പോൾ പല സ്ഥലങ്ങളിലാണ് ഈ വിത്ത് സ്കാറ്റേഡ് ആയത്. और वो बीज बोने वाला जब बीज बो रहा था तो ये बीज कई स्थानों में गिर जाते हैं। ആം, ആ, അപ്പോൾ വിത്ത് വിതച്ചപ്പോൾ ചിലതൊക്കെ ചെന്ന് വീഴുന്നത് വഴിയരികിലും, ചിലത് മുള്ളുകളുടെ ഇടയിലും, ചിലത് പാറകളുടെ മേലും, ചിലത് നല്ല നിലത്തും വീണു.
और ये बीज बोने के समय कुछ बीज जो है सड़क के किनारे गिर जाता है, कुछ जो है कांटों के बीच में, और कुछ जो पथरीले जमीन में, और कुछ अच्छी भूमि में गिरता है। സന്തോഷത്തോട് പലരും ഈ ദൈവവചനം ഏറ്റെടുത്തു എങ്കിലും ജീവിതത്തിലുണ്ടാകുന്നതായ പ്രതികൂലങ്ങളുടെ മധ്യേയും ഞെരുക്കങ്ങളുടെ മധ്യേയും ജീവിത ഭാരങ്ങളുടെ മധ്യേയും ഇതൊക്കെ തങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതായ അനുഭവം ഉണ്ടായി. और वे लोग मेरे बड़े जो आनंद के साथ उस वचन को उन्होंने स्वीकार तो किए, परंतु जीवन में आए हुए कई मुश्किल अवस्थाओं को देखकर, कई आमीन आमीन रुकावटों को देखकर, कई बोझ की अवस्थाओं को देखकर उनके जीवन में वो वचन जो है वो कमजोर होता गया। ചില വിത്തുകൾ ചെന്ന് വീണത് പാറപ്പുറത്താണ്. और कुछ बीज जो है वो पथरीले जमीन पर गिरी थी। കഠിന ഹൃദയമുള്ളതായ വ്യക്തികൾക്ക് ഈ വചനം അത് അവരുടെ ജീവിതത്തിലും ആം, ഉള്ളത്തിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം അവർക്ക് കഴിയുന്നില്ല. और कठोर हृदय को रखने वाले लोगों को जो है ये जो वचन का बीज आमीन गहराई में जाने के लिए और उसी के अनुसार जो फल उत्पन्न करने के लिए उनसे संभव नहीं हो रहा ആ, था। ഈ കേൾപ്പിക്കുന്ന വചനം നാം ശ്രദ്ധയോടുകൂടി ഹൃദയത്തിൽ ഏറ്റെടുത്ത് സംഗ്രഹിക്കുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്നതായ ഈ ലോകത്തിലുള്ളതായ പൈശാചിക വ്യാപാരങ്ങളാണ് നമ്മോട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. और ये वचन जो हम सुनते हैं वो वचन से हमें पीछे हटाने के लिए शैतान की शक्ति जो इस संसार का हाकिमों के तरह हमारे जीवन में जो है वो आमीन वचनों से हमें अलग करने के लिए वे कोशिश करते हैं। വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ ചില വിശ്വാസികൾ ഉറങ്ങുന്നത് ഗാഠനിദ്രയിലാകുന്നത് നമ്മൾ കാണാറുണ്ട്. और कई बार हम ये बात को देखते हैं कि जब वचन प्रचार किए जाते हैं तो कई विश्वासी जो हैं वे अच्छे गहरी नींद में रहते हुए हम देख पाते हैं। പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അത് ആ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ഒരുത്തൻ ഉറക്കം നിമിത്തം അവൻ താഴെ വന്ന് വീഴുന്നതായ രംഗങ്ങളും ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. पौलुस एक समय लंबे प्रचार करते समय एक व्यक्ति उसकी प्रचार सभा में बड़े गहरी नींद में जाते हुए हम वचन में पढ़ते हैं। വാഴ്ചകള്, അധികാരങ്ങള്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകള്, ഇതൊക്കെയാണ് ദൈവമക്കളെ ഈ വചനം ഏറ്റെടുക്കുന്നതിൽ നിന്നും വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് അവരോട് പോരാടിക്കൊണ്ടിരിക്കുന്നതായ ദുഷ്ടശക്തികൾ. इस संसार के हाकिम और उसके अधिपतियां और इस आमीन दुष्ट आत्मा का सेना जो है वचन से और वचन के कार्यों में बढ़ने से विश्वासियों को रोकते हुए हम देख पाते हैं। ചിലര് ഭയത്തിന് അടിമപ്പെട്ടു പോകുന്നു, സംശയിക്കുന്നവരായി തീരുന്നു, അവിശ്വാസികളായി തീരുന്നു. कई लोग जो हैं भयभीत हो जाते हैं, कई लोग जो हैं शक शक करने लग जाते हैं, और कई ऐसे उस शैतान के गुलाम होकर रह जाते हैं। പലരും മോഹങ്ങൾക്ക് അത് അടിമകളായി തീരുന്നത് കൊണ്ട് ഈ വചനത്തിൽ അവർക്ക് നിലനിൽക്കുന്നതിന് കഴിയുന്നില്ല. कई लोग जो हैं आमीन संसारिक बातों के प्रति जो आमीन गुलाम बन जाते हैं, इसीलिए वे वचन की आमीन शिक्षाओं के अनुसार अपने जीवन को नहीं ले जा पाते हैं। എത്രമാത്രം പൈശാചിക ശക്തികൾ എതിർത്താലും അതിനെ വകവയ്ക്കാതെ അവൻ സാത്താൻ തോറ്റവനാണ് എന്ന ബോധ്യത്തോടു കൂടിയും വളരെ ചുരുക്കം ദൈവവിശ്വാസികൾ മാത്രമാണ് ഈ വചനം ഏറ്റെടുക്കുന്നത്. और कितना भी विरोध को सामना करना पड़े फिर भी प्रभु के वचन में दृढ़ भरोसा करते हुए ये बात को मानते हुए कि शैतान जो है वो हारा हुआ है, और उस वचन के अनुसार बढ़ने के लिए बहुत कम विश्वासी लोग हैं जो अपने जीवन में इस बात को ध्यान रखते हुए वचन में बढ़ने की इच्छा रखते हैं। പൈശാചിക തന്ത്രങ്ങളോട് എതിർത്ത് നിന്നുകൊണ്ട് അതൊന്നും വകവയ്ക്കാതെ പിശാചിരുന്നതായ ആലോചനകൾ അവഗണിച്ചുകൊണ്ട് അത് നിശ്ചയദാർഢ്യത്തോടു കൂടിയും ഈ നാം ലക്ഷ്യത്തിലേക്ക് കടക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. और शैतान लाने वाले रुकावटों को ध्यान ना देते हुए प्रभु का वचन में दृढ़ भरोसा करते हुए आगे बढ़ने के लिए इन दिनों में हमारे जीवन में हमें कोशिश करना है। റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം. रोमियो की पत्री 8 अध्याय उसके 37वें वचन को हम देखेंगे। അവിടെ എഴുതിയിരിക്കുന്നത് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു.
परंतु इन सब बातों में हम उसके द्वारा जिसने हमसे प्रेम किया है जयवंत से भी बढ़कर हैं। അതിന്റെ ആ വചനത്തിന്റെ ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ഒരു ജേതാവിനേക്കാളും അപ്പുറമാണ് വിശ്വാസികൾ. और उस वचन का सही अनुवाद यदि हम देखें तो इस प्रकार से उस वचन में बताया जाता है कि एक जयवंत होने वाले व्यक्ति से भी बढ़कर एक विश्वासी का अनुभव हम देखते हैं। വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. और अंग्रेजी में बताता है कि हम जो हैं आमीन जय प्राप्त करने वालों से बढ़कर हैं। നമ്മൾ ബോക്സിംഗ് പലപ്പോഴും അതിന്റെ ആ കളി കണ്ടിട്ടുണ്ട്. हम कई बार जो है जो बॉक्सिंग का खेल को हमने देखा है। അപ്പോ കളിയിൽ പങ്കെടുക്കുന്നതായ ആ വ്യക്തികൾ പരസ്പരം മറ്റുള്ളവരെ ഇതാ, ആ, മുറിവേൽപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതായ രംഗങ്ങളും അവിടെ ഉണ്ടാകാറുണ്ട്. और इस खेल में कई बार हम देखते हैं कि एक दूसरे को लोग चोट पहुंचाते हैं, उनको दर्द पहुंचाते हैं और इस प्रकार से वो खेल में वो आगे बढ़ते हैं। ഒരു दशलക്ഷം ഡോളർ സമ്മാനമായി കിട്ടുന്നു എന്ന് വിചാരിക്കുക. और मान लीजिए कि कई डॉलर आमीन जो लाखों डॉलर जो है उनको उस खेल के प्रति इनाम के रूप में मिल रहा हो। ജയിച്ചതായ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഖത്തും ശരീരത്തും വളരെയധികം മുറിവുകളും അതുപോലെ തന്നെ രക്തം ഒഴുകുന്നതായ അനുഭവങ്ങൾ, വേദന നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും അവന്റെ കയ്യിൽ ആ സമ്മാനം കിട്ടുമ്പോൾ, ആ ട്രോഫി കിട്ടുമ്പോൾ, അത് ആ ഒരു ദശലക്ഷം ഡോളർ ലഭിക്കുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം വളരെ കൂടുതലാണ്. मान लीजिए कि वो व्यक्ति जो है इतने सारे इनाम को पाने का कारण से उसके शरीर में आए हुए चोट को और दर्द को वो भूल जाते हैं, क्योंकि इतने बड़ा रकम को और एक इनाम को उसने अपने जीवन में प्राप्त किया है। ഈ യുവാവ് തനിക്ക് ലഭിച്ചതായ 10 ലക്ഷം ഡോളറുമായിട്ട് അല്ലെങ്കിൽ ആ ട്രോഫിയുമായിട്ട് തന്റെ വീട്ടിലേക്ക് പോവുകയും താൻ തന്റെ പ്രിയപ്പെട്ടതായ ഭാര്യയെ അത് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. और ये जो प्रतियोगी है या ये जो खिलाड़ी हैं अपने इस इनाम को और अपने जो पुरस्कार को ले जाकर अपने घर में अपने पत्नी को वो सौंपता है। താൻ നേടിയതായ ആ ജയം അതിന്റെ ഫലം അനുഭവിക്കുന്നത് തന്റെ ഭാര്യയാണ്. और मान लीजिए कि उन्होंने जो खेल में जीता हुआ इनाम और वो पुरस्कार जो है उसका फल उसके घर में पत्नी को अनुभव करती हैं। ഈ സമ്മാനം നേടുന്നതിന് വേണ്ടി അവളുടെ ഭാഗത്ത് നിന്നും ഒരു എഫർട്ടും ഇല്ല. और इस इनाम को प्राप्त करने के लिए उस पत्नी के तरफ से उसके जीवन में कोई भी प्रकार की योगदान नहीं था। ജീവൻ മരണ പോരാട്ടം നടത്തി ആ ട്രോഫി സ്വന്തമാക്കിയത്, അത് നേടിയെടുത്തത് തന്റെ ഭർത്താവാണ്. जीवन और मृत्यु की जो लड़ाई लड़कर उस पुरस्कार को अपनाने वाला उनकी पति थी। അതിന്റെ പ്രയോജനം ലഭിച്ചിരിക്കുന്നത് തന്റെ ഭാര്യയ്ക്കാണ്. परंतु उसका फायदा या लाभ जो है उसकी पत्नी को भी हासिल होता है। തന്റെ ഭാര്യയെ നമുക്കിങ്ങനെ പറയാം: ഷീ ഈസ് മോർ ദാൻ എ കോൺകറർ. और हम ऐसे उनके पत्नी को बता सकते हैं कि वो जो है वो वो जो इन जयवंत होने वाले उस व्यक्ति से भी बढ़कर है वो। അവളെ കുറിച്ച് പറയുമ്പോൾ അവൾ പോരാടി ജേതാവായി തീർന്നതായ തന്റെ ഭർത്താവിനേക്കാളും ശ്രേഷ്ഠതയുള്ള വ്യക്തിയായി മാറിയിരിക്കുന്നു. और उस पत्नी के बारे में बताया जाए तो उसके पति जो उस प्रतियोगिता में लड़कर जो जयवंत हुआ था उससे भी बढ़कर वो पत्नी का अनुभव है। നമുക്ക് സകലവിധമായ ആത്മീയമായ അനുഗ്രഹങ്ങളും നേടിത്തരുന്നതിന് വേണ്ടിയും ആ കാൽവരി ക്രൂശിലെ അത് യുദ്ധഭൂമിയിൽ പിശാചിനോട് സാത്താനോട് നേരിട്ട് ഫൈറ്റ് ചെയ്തതായ യേശുക്രിസ്തുവിനെയാണ് ഓർമ്മയിൽ വരുന്നത്. और हम इस बात को जब हम सुनते हैं तो हमें उस कलवरी के क्रूस पर सारे मानव जाति के लिए इन युद्ध के कर कर जयवंत हुआ उस यीशु मसीह के उस चित्र हमारे सामने आता है। യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ അവിടെ എവിടെയായിട്ട് നിരവധിയായിട്ടുള്ളതായ അത് മുറിവുകളുണ്ട്. ആ മുറിവുകളിലൂടെ രക്തം ഒഴുകുന്നതായ ഒരു സാഹചര്യം നമുക്ക് ഭാവനയിൽ കാണാം.
यीशु मसीह के शरीर से यहाँ वहां से जो है लहू बहने वाले उस दृश्य को हम अपनी कल्पनाओं में देख सकते हैं। പാപത്തിന്റെ മേൽ ലോകത്തിന്റെ മേൽ ജഡത്തിന്റെ മേൽ ജയമെടുത്തതായ ആ യേശുക്രിസ്തുവിന്റെ ജയത്തിൻ്റെതായ നന്മ അനുഭവിക്കുന്നത്, പ്രയോജനം അനുഭവിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നതായ നമ്മെപ്പോലുള്ളതായ വ്യക്തികൾക്കാണ്. और पाप के ऊपर, शरीर के ऊपर और सर प्रकार के अंधकार के कामों के ऊपर जय लेने वाला यीशु मसीह के उस इनाम को अनुभव करने वाले हम लोग हैं जो यीशु मसीह पर विश्वास किए हैं। അത് സാധാരണക്കാരായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് നാം അവിടെ ആം, യേശു ഫൈറ്റ് ചെയ്ത് നേടിയതായ ആ അവകാശം അതെല്ലാം നാം സ്വന്തമായിട്ട് വിശ്വാസത്താൽ അവകാശമാക്കുന്നവരത്രേ. और साधारण एक विश्वासी को संबंधित देखा जाए तो यीशु मसीह ने जो युद्ध कर कर जो जीत हासिल किया है, उसी का जो इनाम और जो सारी आशीषें हैं, हम साधारण जो विश्वासी लोग अनुभव करते हैं। അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വാസത്തെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ऐसा है तो हम विश्वास को इस तरह से हम परिभाषित कर सकते हैं। ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തില് കാര്യങ്ങളൊന്നും അനുകൂലമല്ലാതിരിക്കെ തന്നെ ആ ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്നതത്രയും ആം, അതെ വിശ്വാസം എന്ന് പറയുന്നത്. और हर एक या फिर बहुत बड़े प्रतिकूल अवस्था में जब कोई भी बात हमारे अनुकूल में नहीं है, उस समय में भी विश्वास में दृढ़ रहने की बात को हम विश्वास कर कर कहला सकते हैं। ജീവിത സാഹചര്യങ്ങൾ മാറ്റമില്ലാതെ തുടരുമ്പോഴും പ്രാർത്ഥനയിൽ തുടരുക, വിശ്വാസത്തോടെ തുടരുന്നതായ അവസ്ഥയത്രേ വിശ്വാസം എന്ന് പറയുന്നത്. जीवन में कई भी बार परिस्थिति ना बदलने वाले अनुभव में भी विश्वास के साथ प्रार्थना में आगे बढ़ना, इसी को हम विश्वास कहते हैं। ഒരു നാൾ കർത്താവിന്റെ വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമെന്നുള്ളതായ ആ ഒരു ഉറച്ച തീരുമാനം അതത്രേ വിശ്വാസം. और एक बार जो है या एक दिन आएगा जब प्रभु ने दी हुई वायदाएं मेरे जीवन में पूरी होगी। ये एक दृढ़ संकल्प और निर्णय रखने वाले अनुभव को ही हम विश्वास कहते हैं। വാഗ്ദത്തം ചെയ്തതായ ദൈവം വിശ്വസ്തനാണ്. ഒരു നാൾ എന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറ്റിമറിക്കപ്പെടും എന്നുള്ളതായ ആ ഒരു തീരുമാനം അത്രേ അത് നമ്മെ മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നത്. वायदा किया हुआ परमेश्वर जो है वो विश्वास योग्य है। एक बार एक समय आएगा जब मेरे जीवन में परमेश्वर का वो कार्य पूरा होगा, इसी बात को हम विश्वास कहते हैं। ചിലപ്പോൾ വിശ്വാസത്തിൽ നാം പ്രാർത്ഥനയോടുകൂടി ജീവിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ മുമ്പത്തേക്കാളും വഷളായി തീരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. हो सकता है कि हम अपने जीवन में विश्वास के साथ हमारे मुश्किलों के बीच में जब हम आगे बढ़ रहे हैं, तो सब कुछ हमारे विरोध और हमारे प्रतिकूल अवस्था में बदल जाते हैं। മോശയെ ഫറവോന്റെ അടുക്കലേക്ക് ദൈവം അധികാരപ്പെടുത്തി പറഞ്ഞയച്ചു, തന്റെ ജനത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയും വിട്ടയക്കണമെന്നത്രേ ആവശ്യപ്പെട്ടത്. और परमेश्वर ने जो है मूसा को अधिकार देकर भेजता है ताकि वे फिरौन के पास जाकर अपने लोगों को प्रभु की आराधना करने के लिए वे अलग करा दे। അടിമകളായിട്ട് തന്റെ ദൈവജനത്തെ പീഡിപ്പിക്കുന്നതും അവരുടേതായ നിലവിളിയും സ്വർഗത്തിലെ ദൈവം കേട്ട് മനസ്സലിഞ്ഞ് തന്റെ ഭൃത്യനായ മോശയെ അധികാരത്തോടുകൂടി ഫറവോന്റെ അടുക്കലേക്ക് അയച്ചു. और जो परमेश्वर के वचन में बताते हैं कि जो इस्राएली लोग मिस्र में जो गुलामी की अवस्था में पड़े हुए थे, उनमें से उन लोगों को बाहर ले आने के लिए परमेश्वर ने मूसा को तैयार कर कर नियुक्त कर कर भेजता है। ഈ ജനമെന്ന് പറയുന്നത് ഫറവോന്റെ സമ്പത്താണ്. और ये जो लोग इजरायली लोग जो हम बोलते हैं, वो फिरौन राजा का वो संपत्ति के रूप में वो देखते हैं। ഈ ഈ ഈ അടിമകളെ കൊണ്ടത്രേ ഫറവോ തന്റെ സമ്പദ്ഘടനയെ പടുത്തുയർത്തിയത്. और इन गुलामों के कारण ही फिरौन ने जो है अपनी आर्थिक व्यवस्थाओं को बनाकर खड़ा किया था। ഫറവോയുടെ നിർബന്ധപൂർവ്വം ഈ ജനത്തെ വിട്ടയക്കണമെന്ന് മോശ ആവശ്യപ്പെട്ടപ്പോൾ ഫറവോ ചെയ്തത് ഈ ജനത്തിന് കൂടുതൽ അവരോട് പറഞ്ഞു, ഇനിമേൽ വൈക്കോൽ തരുന്നതല്ല, നിശ്ചിത അളവിലുള്ളതായ ബ്രിക്സ് ഉണ്ടാക്കി തരണം എന്ന് കൽപ്പിച്ചു.
और जब परमेश्वर के दास मूसा ने जब फिरौन को जाकर कहता है कि इन लोगों को तो छुड़ा दे ताकि वे लोग मेरी आराधना करें, तो फिरौन ने जो है इजरायली लोग जो गुलामी में थे उनकी जो पुआल देने वाली अमीन जो जो व्यवस्था थी उसे हटा देता है, परंतु निश्चित रूप से उन्हें ईंट उतना ही बनाने का आज्ञा देता है। ഈ ജനത്തെ വിടുവിക്കുക, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക എന്നുള്ള ദൈവത്തിൻ്റെതായ വാഗ്ദത്തമാണ്. और इन लोगों को प्रभु की ओर आमीन स्वतंत्रता की ओर ले जाना ये परमेश्वर ने दिया हुआ वायदा था। എന്നാൽ മോശയിലൂടെ തന്നെ ഈ ജനത്തെ വിമോചിപ്പിക്കുന്നതിന് സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞു. और इसी वजह से हम देखते हैं मूसा के द्वारा ही परमेश्वर उन लोगों को छुटकारा दिलाने के लिए और उन्हें वहां से बाहर ले आने के लिए प्रभु वो संभव कार्य कराता है। ഒരു പക്ഷേ വിശ്വാസ ജീവിതത്തിൽ നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രതികൂലങ്ങൾ വർദ്ധിച്ചു എന്ന് വന്നേക്കാം, ക്ലേശങ്ങൾ വർദ്ധിച്ചു എന്ന് വന്നേക്കാം, രോഗത്തിന്റെ ശക്തി ഒന്നുകൂടി വർദ്ധിച്ചു എന്ന് വന്നേക്കാം. എങ്കിലും കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഒരു വിടുതലുണ്ട്. और हो सकता है कि हम प्रभु के लिए अमेन अमेन अलग किए होने के कारण हमारे जीवन में क्लेश और दुख का अनुभव आया होगा, परंतु यदि हम प्रभु में हमें दृढ़ रहते हैं और विश्वास में रहते हैं तो परमेश्वर हमें उन परिस्थितियों में से बाहर ले आएगा। വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. वायदा किया हुआ परमेश्वर वो विश्वास योग्य है। നമ്മൾ വിശ്വസ്തരല്ല എങ്കിലും വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനാണ്. हम पवित्र नहीं है लेकिन परमेश्वर जो वायदा करता है वो पवित्र प्रभु है। അതുകൊണ്ട് വിശ്വാസികളുടെ ജീവിതത്തിൽ പെട്ടെന്ന് വലിയ അത്ഭുതങ്ങൾ കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും അവർ വിശ്വാസത്യാഗം നടത്തുവാൻ തയ്യാറല്ല. और पर इस कारण से विश्वासियों के जीवन में वे तुरंत जो है परमेश्वर के अद्भुत काम को नहीं देख पाते होंगे, फिर भी परमेश्वर जो वायदा देता है वो विश्वास योग्य है वो। ഇവിടെ വചനത്തിൽ നാം വായിച്ചിട്ട് ബലാത്കാരികൾ സ്വർഗരാജ്യം അവകാശമാക്കുന്നു എന്ന്. और हम वचन में पढ़ते हैं कि लोग जो है बलपूर्वक स्वर्ग का राज्य को अपना बना लेते हैं। നാം വചനം പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെതായ അത് വിസ്താരമായി അത് അത് വ്യാപകമായി തീരുകയാണ് ചെയ്യുന്നത്. और हम जब वचन प्रचार करते हैं तो स्वर्ग राज्य का जो अवस्था है वो बढ़ते चले जाते हैं। ദൈവവചനം നാം ശ്രദ്ധിക്കുമ്പോൾ, ശ്രദ്ധയോടുകൂടി ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് ഒരു ഒരു കഴികൾ, ഒരു വിശുദ്ധീകരണം, വചനത്താലുള്ളതായ ഒരു കഴികൾ സംഭവിക്കുകയാണ്. और हम जब परमेश्वर का वचन को अपने जीवन में जब हम स्वीकार करते हैं तो परमेश्वर का वचन के द्वारा एक शुद्धिकरण की अवस्था हमारे जीवन में होता है। നാം സ്വർഗരാജ്യത്തിലാണോ എന്ന് നമുക്ക് നോക്കാം. हम अपने आप को जांचेंगे क्या हम स्वर्ग का राज्य का अनुभव में है या ആ नहीं। ഈ രാജ്യത്തിലുള്ളതായ വ്യക്തികളെ, ആത്മാക്കളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവത്രേ. और इस राज्य में चलने वाले लोगों को चलाने वाला परमेश्वर की पवित्र आत्मा होता है। ആരുടെയൊക്കെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു ആ വ്യക്തികളത്രയും സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്നത്. जिन लोगों का जीवन पवित्र आत्मा के द्वारा नियंत्रित किए जाते हैं वही लोग जो है परमेश्वर की पवित्र आत्मा के द्वारा चलाए चलते हैं। താൽക്കാലിക സുഖങ്ങളല്ല, ജഡീക മുഖങ്ങളല്ല, അത് നശിച്ചു പോകുന്ന കാര്യങ്ങളല്ല, ലോകപ്രകാരമുള്ള കാര്യങ്ങളല്ല, മറിച്ച് കർത്താവുമായി നമുക്കൊരു ബന്ധമുള്ളത് കൊണ്ട് കർത്താവിന്റെ ഭരണത്തിന് കീഴിലായിരിക്കുന്ന വ്യക്തികളത്രേ സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്നത്. और अब इन तत्कालीन रूप से मिलने वाली सुख विलास के अनुभव में नहीं, परंतु अमेन और हमें जो है इस दुनिया के संसारिक मोह माया में पड़ने वाले अनुभव में नहीं, परंतु वचन के अनुसार चलने वाले और जीवन जीने वाले लोग को ही हम अमेन सही रीति से जो है प्रभु के लोग और विश्वासी कहलाते हैं। വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നാണ്. और वचन में हम इस प्रकार से पढ़ते हैं कि महिमा में आशा का परमेश्वर जो है हमारे മഹത്വത്തിൽ अंदर वास करता है। മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിലുണ്ട് എങ്കിൽ അത് നമ്മുടെ സ്വഭാവം മാറ്റിമറിക്കപ്പെടും. और ये परमेश्वर यदि हमारे अंदर वास करता है तो वो अमन हमारे जीवन में हमारे स्वभावों को भी वो बदल सकता है। നമ്മുടെ ജീവിതത്തിന്റെ കർത്താവായിരിക്കുന്നത് യേശുവാണ്. हमारा जीवन का प्रभु वो यीशु मसीह है।
നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെയും വിശ്വാസത്താൽ കർത്താവ് യേശു നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ പ്രതികൂലങ്ങളുടെ മധ്യേയും അത് യേശുവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതും ആ ദൈവികമായ സമാധാനം നമുക്ക് ഉൾക്കൊള്ളുവാനും കഴിയണം. और हमारे जीवन में ये प्रभु हमारे जब नियंत्रण करते हैं तो हमें प्रभु के उन स्वभावों को हमारे जीवन में अपनाने के लिए और प्रभु के द्वारा चलाए चलने के लिए हमें अपने आप में तैयार होना है। വിശ്വാസികളാണെങ്കിൽ തന്നെയും പലപ്പോഴും അവരുടെ ജീവിതത്തിൽ അനവധിയായിട്ടുള്ള ക്ലേശങ്ങളും ദുരിതങ്ങളും വന്നുകൂടാറുണ്ട്. और विश्वासी होने के बावजूद भी कई बार हमारे जीवन में कई प्रकार की क्लेश और ऐसी मुश्किल अवस्थाएं आ जाती हैं। അത് നമ്മുടെ ദുരിതങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാരണം നാം പിശാചിനോട് എതിർത്ത് നിൽക്കാത്തത് കൊണ്ടാണ്. और हमारे जीवन में हमें ऐसी मुश्किलें बढ़ने का एक कारण ऐसा हो सकता है क्योंकि हम शैतान के और शैतान के कार्यों के विरोध नहीं कर पाते हैं। പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും ഉദാസീനമായിട്ട് നമ്മൾ അതിനെയൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് പല കുഴപ്പങ്ങളിൽ നമ്മൾ ചെന്ന് ചാടാറുണ്ട്. और शैतान के कार्यों को हम विरोध नहीं करते हैं और कई बार आलसता के साथ हम एक एक कार्यों में शामिल होने के कारण कई बार गलत कार्यों में हम पड़ जाते हैं और शैतान को और शैतान के कामों से हम अपने आप को अमीन छुटकारा नहीं ले पाते हैं। ചിലർ കടഭാരങ്ങളിൽ കടക്കെണികളിൽ അകപ്പെട്ടു പോകാറുണ്ട്. അതൊക്കെയും ബുദ്ധിയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രാർത്ഥിച്ച് തീരുമാനം എടുക്കുവാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടാണ്. कई लोग जो हैं अमीन कई प्रकार के ऋण लेकर उसके जाल में फंस जाते हैं इस कारण से कि वे सही रीति से सही समय पर निर्णय ना ले पाने के कारण से होता है। ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് എറർ സംഭവിച്ചിട്ടുള്ളത്, വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഉണർന്നുകൊണ്ട് കർത്താവിനോട് ക്ഷമ ചോദിക്കുകയാണെങ്കിൽ ഒരു വിടുതൽ ഇന്ന് തന്നെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. इन वचनों को सुनने के समय में हम अपने जीवन को जांच कर देखें क्योंकि यदि हमारे जीवन में भी कई जगह पर ऐसे भूल चूक हुई है तो प्रभु के सामने हम उसे अपना ले और प्रभु से माफी मांगे ताकि परमेश्वर ऐसे संभव गलतियों से हमें बचा ले। യേശുവിന്റെ വചനം കേൾക്കുമ്പോൾ ആരെല്ലാം തങ്ങളുടെ ഹൃദയങ്ങളിൽ രൂപാന്തരം വരുത്തുന്നു, ഒരു ശുദ്ധീകരണം ചെയ്യുവാൻ തയ്യാറാകുന്നുണ്ടോ അവരുടെ ജീവിതങ്ങളിൽ ദൈവരാജ്യത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവം ഉണ്ടാവുകയും അങ്ങനെ സ്വർഗരാജ്യത്തിന്റെ വ്യാപ്തി ഉണ്ടാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. और प्रभु का वचन पढ़ने के समय में या वचन सुनने के समय में जो लोग अपने जीवन में वो प्रभु का वचन के अनुसार अपने जीवन को समर्पित करते हैं और उसी में चलने के लिए निर्णय लेते हैं उनके अंदर परमेश्वर के राज्य का वो बढ़ोतरी होते हुए हम देख पाते हैं। അതിശയം കണ്ടപ്പോഴല്ല പലപ്പോഴും ജനം വിശ്വാസത്തിലേക്ക് വരുന്നത് ദൈവത്തിന്റെ വചനം ഘോഷിക്കുമ്പോഴത്രേ ജനങ്ങൾ ഭാവബോധമുള്ളവരായി തീർന്ന് തങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ദൈവ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. कई बार जो है हमें अद्भुत कामों को देखकर नहीं परंतु जब परमेश्वर का वचन को जब घोषणा की जाती है तो लोगों के अंदर वे हमें अपने पाप के प्रति बोध होता है और उनके अंदर से परमेश्वर का वचन कार्य कर कर उन्हें परमेश्वर की धार्मिकता की ओर ले आता है। ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് അത് ഹൃദയത്തിന്റെ വാതിൽ മുട്ടി വിളിക്കുകയാണ്. और ये वचन सुनते समय परमेश्वर हमारे हृदय के हमें उस द्वार में आकर खटखटा कर हमें बुला रहा है। മകനെ മകളെ നിന്റെ ഹൃദയത്തെ എനിക്ക് തരിക, ഞാൻ അതിൽ വസിക്കട്ടെ. और बेटा बेटी आपका हृदय आप मुझे दे दे, मैं उसमें वास करना चाहता हूँ। യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? यीशु मसीह जब हमारे हृदय में आता है तो कैसे कैसे बदलाहट हमारे अंदर होती हैं। യേശു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്ത് മാറ്റം വന്നു എന്നിങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. और एक गीत इस प्रकार से मलयालम में गाते हैं, जब जब यीशु मेरे हृदय में आया तब मेरे अंदर सब बदलाहट हो गया। ഇപ്പോൾ തന്നെ നമുക്കത് പ്രാപിക്കാം. और अभी ही हम उसे प्राप्त करें। യേശുവിന്റെ കർത്തൃത്വത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. और वो यीशु मसीह की प्रभुता के भी वो अधीन हम अपने आप को समर्पित कर दे। അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. वो हमारे जीवन में एक मुड़ने का एक समय होने पाए। പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. हम पवित्र आत्मा की इच्छा के लिए हम अपने जीवन को समर्पित करा दे। പരിശുദ്ധാത്മാവ് നമ്മെ നേർനിലത്ത് ബുദ്ധി തന്നെ ഉപദേശിച്ചു തരുന്ന വഴി നടത്തും.
और पवित्र आत्मा हमें सही रीति से बुद्धि देकर, ज्ञान देकर हमें अपने आमे मार्ग में हमें आगे बढ़ाएगा। ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ വിശ്വാസികളും ദൈവദാസന്മാരും ഒക്കെയും വളരെ ഇതുപോലെ ബലാത്കാരികളായിരിക്കണം. और परमेश्वर के राज्य के लिए प्रयत्न करने वाले प्रभु के दासों और विश्वासी गणों, हम बहुत बलपूर्वक हमारे जीवन में कार्य करना है। യേശുക്രിസ്തു നമുക്ക് മാതൃകയാണ്. തന്റെ നാഴിക വരുന്നത് വരെയും താൻ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. और यीशु मसीह हमारे लिए एक बड़ा उदाहरण के समान है कि जब तक उसका समय नहीं आया तब तक वो कठिन प्रयत्न करता रहा। യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ആലയത്തെ കുറിച്ചുള്ള എരിവ് തന്നെ നിയന്ത്രിച്ചിരുന്നു എന്നാണ്. और यीशु मसीह के बारे में जब बताया जाता है तो उसके भवन के प्रति, उसके पिता के घराने के प्रति जो जलन है वो उसको खा जाता है, ऐसे वचन कहता है। ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടതായ നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടിയും അത് രക്ഷ ഒരുക്കുന്നതായ ഒരു പ്രവൃത്തിയത്രേ കാൽവരിയിൽ യേശു ചെയ്തത്. और जिसके जीवन में परमेश्वर की उपस्थिति नष्ट हुआ है और जो लोग नाश होते चले जा रहे थे, उन्हीं के लिए उद्धार का एक मार्ग को परमेश्वर ने उस कलवरी के क्रूस पर हमारे लिए दिया था। ഭരണകൂടവും അതുപോലെ മതപരമായിട്ടുള്ളതായ അത് അധികാരികളിൽ നിന്നും പൈശാചിക ലോകത്തിൽ നിന്നും യേശുവിന് വളരെയധികം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. എങ്കിലും അവൻ പ്രാണത്യാഗത്തോളം തന്റെ ദൗത്യം നിറവേറ്റുന്നതിന് തയ്യാറായി. और यीशु मसीह अपने कार्यों को करने के समय में उसे कई प्रकार के विरोध को सामना करना पड़ा, मरणहार अनुभवों से उसे होकर जाना हो पड़ा, परंतु वो अंत तक अपने काम में विश्वास योग्य ठहरा। അതെ, അതാണ് നമ്മുടെ മാതൃക. और वही हमारा जीवन का मार्गदर्शन है। യേശു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റുന്നതിന് നാം പ്രാണത്യാഗത്തോളം തയ്യാറാകണം. यीशु मसीह ने हमें सौंपा हुआ उस जिम्मेदारियों को पूरा करने समय तक हमें हमें मृत्यु का भी सामना करना पड़े, तब तक हमें विश्वास योग्य रहना है। അപ്പോസ്തലനായ പൗലൂസിനെ കുറിച്ച് പറയുമ്പോൾ പലവിധമായ ദുരിതങ്ങളും ദുർഘടങ്ങളും തന്റെ മിഷണറി യാത്രകളില് തന്റെ സുവിശേഷ വേലകളിലൊക്കെയും തനിക്ക് അഭിമുഖീകരിക്കേണ്ടി वന്നു. प्रेरित पौलुस के बारे में कहूं तो कई प्रकार की मिशनरी यात्राओं के इस दौरान उसे कई प्रकार के आमीन जीवन मृत्यु की ऐसी घटनाओं को उसके अपने जीवन में सामना करना पड़ा। വിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ പൗലൂസിനെ പല പ്രാവശ്യം തടവിലാക്കപ്പെട്ടു. और सुसमाचार प्रचार करने के खातिर कई बार पौलुस को जेल में बंद होना पड़ा। അവിടെ കിടന്നും അദ്ദേഹം അനേകം ലേഖനങ്ങൾ എഴുതി സഭയെ ശക്തീകരിച്ചു കൊണ്ടിരുന്നു. वहां पड़े पड़े कई ऐसे पत्रियों को लिखकर वो कलीसिया को दिन प्रतिदिन दृढ़ बनाता गया। വചനം പ്രസംഗിച്ചതിന്റെ പേരിൽ പലപ്പോഴായിട്ട് ചാട്ടവാറടി ഏൽക്കേണ്ടി വന്നു. और वचन प्रचार करने के कारण से कई बार उसको कोड़े खाना पड़ा। അതെ, 40 അടി വീതം പല പ്രാവശ്യം തന്റെ ശരീരത്തിൽ ഏൽക്കേണ്ടി വന്നു. और 39 कोड़ों को कई बार उसे अपने जीवन में उसे मार खाने की ऐसी स्थिति आई। പല പ്രാവശ്യം സുവിശേഷ യോഗം നടക്കുമ്പോൾ തന്നെ തന്നെ കല്ലെറിഞ്ഞ് വീഴ്ത്തിയതായ അനുഭവങ്ങൾ ഉണ്ടായി. और कई बार आमीन वे सुसमाचार प्रचार करने के दौरान उसे पथराव कर कर गिरा दिया गया था। കള്ള സഹോദരന്മാരല്ലാതായ ബുദ്ധിമുട്ടുകളും തനിക്ക് സഹിക്കേണ്ടി വന്നു. और झूठे जो भविष्यवक्ताओं का या झूठे जो आमीन शिक्षकों का कई एक ऐसी समस्याओं को उसको सामना करना पड़ा। താൻ സഞ്ചരിച്ചിരുന്നതായ കപ്പൽ പല പ്രാവശ്യം കപ്പൽ ഛേദം സംഭവിച്ചു. और कई बार पौलुस यात्रा करने वाले जहाज आमीन क्षतिग्रस्त हो गए। തന്നെ കല്ലെറിഞ്ഞ് വീഴ്ത്തിയാലും അടുത്ത നിമിഷം താൻ വചനവുമായിട്ട് മറ്റൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടും. कितना भी उसे पथराव कर कर गिरा दिया जाए तो भी वो अगले ही क्षण वो अगले स्थान में प्रभु का वचन को लेकर वो पहुंच जाते थे। ജയിലിൽ നിന്നും വിമോചിതനായാൽ അല്ലെങ്കിൽ ജയിലിൽ നിന്നും ദൈവദൂതൻ വന്ന് തന്നെ പുറത്തു കൊണ്ടുവന്നാൽ താൻ പിന്നെയും ഈ സുവിശേഷം അറിയിച്ചു കൊണ്ടേ തന്നെയിരുന്നു. जब उसे जेल में से बाहर ले आ जाते थे तब अगले ही क्षण जो है वो वचन लेकर प्रचार करने के लिए शुरुआत करते थे। താൻ കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്നോട്ട് നോക്കുന്നവനല്ല.
वो हल पर हाथ रखकर पीछे की ओर मुड़कर देखने वालों के समान नहीं था। തന്റെ ശാരീരികമായിട്ടുള്ളതായ അസുഖങ്ങളും പ്രയാസങ്ങളും ബലഹീനതകളും വകവയ്ക്കാതെ യേശുവിന് വേണ്ടി ഒരു പടക്കുതിരയെ പോലെ ഓടിയവനത്രേ അപ്പോസ്തലനായ പൗലോസ്. प्रेरित पौलुस उस व्यक्ति के समान था कि जो अपने शारीरिक रीति से दुर्बलता और कठिनाइयां होने के बावजूद भी वो परमेश्वर के सुसमाचार को सुनाने के लिए, प्रभु का वचन प्रचार करने के लिए वे आगे निकल जाते थे। ഈ ലോകം മുഴുവനും യേശുവിന് വേണ്ടി നേടുക എന്നുള്ളത് അത്രേ തന്റെ മുമ്പിലുള്ളതായ ലക്ഷ്യം എന്ന് പറയുന്നത്. इस संसार को यीशु मसीह के लिए जीतना, यही पौलुस के सामने एक लक्ष्य हुआ करता था। തന്റെ തന്നെ ശിരച്ഛേദം ചെയ്ത് കൊല്ലപ്പെട്ടതായിട്ട് നാം ചരിത്രത്തിൽ വായിക്കുന്നു. और इतिहास हमें बताता है कि पौलुस का सिर काट कर उसे मार दिया गया था। അന്ത്യത്തോളം യേശുവിന് വേണ്ടി എരിഞ്ഞടങ്ങുന്നതായ ഒരു ഒരു ദീപമായിരുന്നു അദ്ദേഹം. अंत तक यीशु मसीह के लिए जलकर खत्म होने वाले एक दीप के समान पौलुस का जीवन रहा है। അതെ, തന്നെ തന്നെ രക്ഷിച്ചതായ ആ യേശുവിനോടുള്ളതായ ആ നന്ദി അത്രേ തന്റെ ജീവിതത്തിലൂടെ താൻ പ്രകടിപ്പിച്ചത്. उसे बचाया हुआ, उसे उद्धार दिया हुआ यीशु मसीह के प्रति धन्यवाद का एक अनुभव था जो पौलुस ने अपने जीवन में से कर कर दिखाया। അനേക പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകേണ്ടത് ആവശ്യമാകുന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. और प्रभु का वचन हमें ये बात को याद दिलाता है कि हमें हमें कई प्रकार की ऐसी प्रतिकूल अवस्थाओं में से होकर जाना जरूरी है। അവൻ ഒരു ബലാത്കാരിയായിരുന്നു. और वो बलपूर्वक काम करने वाला एक व्यक्ति था। ആരെല്ലാം എതിർത്താലും ഭരണകൂടം എതിർത്താലും പൈശാചിക ശക്തികൾ തനിക്കെതിരെ ആഞ്ഞടിച്ചപ്പോഴും തന്റെ ലക്ഷ്യത്തിൽ നിന്നും ആണിവിട പിന്മാറുവാൻ തക്കവണ്ണം പൗലൂസ് തയ്യാറായില്ല. और चाहे कोई भी उसके विरोध करे, चाहे कोई भी उसको उसके लक्ष्य स्थान में से अलग करने की कोशिश करे, फिर भी वे अपने उस अनुभव में से अलग होने के लिए कभी तैयार नहीं होते थे। യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും അത് യേശുവിനെ പോലെ തന്നെ എല്ലാവരും അത് എന്താണ് ആം, അവരുടെ ജീവൻ അവര് മാർട്ടീഴ്സ്, അവരെല്ലാവരും മാർട്ടീഴ്സ് ആയി തീർന്നു. और यीशु मसीह के चेलों ने भी, अधिकांश लोगों ने अपने लिए या यीशु मसीह के लिए अपने जीवन को शहीद किए हैं। തിരുവചനത്തിൽ നാം വായിക്കുന്നു, നമുക്ക് അന്ധകാര ശക്തികളോട് പോരാടുന്നതിന് വേണ്ടിയും ദൈവം ചില സർവായുധ വർഗം നൽകിയിരിക്കുന്നു എന്ന്. और प्रभु का वचन में हम पढ़ते हैं कि अंधकार और उसके हाकिमों से युद्ध करने के लिए परमेश्वर ने कुछ हथियारों को हमें दे रखा है। അന്ധകാര ലോകാധിപതികളോടും വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മസേനയോടും അത്രേ നമുക്ക് പോരാട്ടമുള്ളത്. हमारी लड़ाई जो है मांस और लहू से नहीं, परंतु इस संसार की हाकिमों से, अधिपतियों से और दुष्ट आत्मा की सेनाओं से है, ये वचन हमें बताता है। നമുക്ക് നൽകിയിരിക്കുന്നതായ ആത്മീയ ആയുധങ്ങൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ പ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ്. और हमें दिया हुआ आत्मिक हथियार जो है वो सब जो है हमारे हमें 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 शत्रु से सामना करने वाले, हमें उसको रोकने वाली बातें होती हैं। നാം ഇങ്ങനെ വായിക്കാനുള്ള രക്ഷയുടെ ശിരസ്ത്രവും വിശ്വാസത്തിന്റെ പരിചയം, ഇങ്ങനെയുള്ളതായ പല കാര്യങ്ങളും അത് ആയുധങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. और हम वचन में पढ़ते हैं कि प्रभु ने, परमेश्वर ने हमें हमें उद्धार का वो ठोप और हमें विश्वास का वो जिलम को, सत्य का जिलम को उसने हमें हमें अपने हाथ में दे रखे हैं। എന്നാൽ ഒരേ ഒരു ഒഫൻസീവ് വെപ്പൺ, ആക്രമണത്തിന് ശത്രുവിനെ ആക്രമിക്കുന്ന ഒരേ ഒരു ആയുധം മാത്രമേ, ഒരു ആയുധമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. और लेकिन शत्रु को हमें सामने से मारने के लिए एक ही एक हथियार प्रभु ने हमें दिया हुआ है। പൈശാചിക മണ്ഡലത്തെ, ദുരാത്മ ശക്തികളെ ഈ വചനം ഉപയോഗിച്ച്, വചനമെന്ന വാൾ ഉപയോഗിച്ച് വെട്ടിവീഴ്ത്തുവാൻ നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു. और शैतान की शक्तियों को मार गिराने के लिए वचन रूपी तलवार प्रभु ने हमें दिया है। അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് എഫെസോസിൽ വെച്ച് തനിക്ക് മൃഗയുദ്ധം ചെയ്യേണ്ടി വന്നു എന്ന്. और प्रेरित पौलुस हमें इस प्रकार से कहता है कि उसे एफेसुस में रहने के समय जानवरों का सा युद्ध उसे करना पड़ा। അതുകൊണ്ട് താൻ ഉദ്ദേശിച്ചത് തീവ്രമായ പൈശാചിക ആക്രമണം തനിക്ക് എഫെസോസിൽ വെച്ച് നേരിടേണ്ടി വന്നു എന്നാണ്.
और इसके अंदर से पौलुस ये बात को हमें समझाना चाहता है कि जब वो इफिसुस में रहकर सेवा करने के समय में इसी प्रकार के अनुभवों का सा उस अपने जीवन में सामना करना था। സമകാലീന ലോകത്തിൽ നാം നോക്കുമ്പോൾ അത് ചില സ്ഥലങ്ങളിൽ അതീവമായിട്ടുള്ളതായ ദൈവപ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ വേല ആ, നാം ഫോക്കസ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. और ऐसे हमारे आसपास की स्थितियों को हम जब देखते हैं तो कई बार कई ऐसे प्रभु की सेवकाइयों के क्षेत्रों को हमें ध्यान देना जरूरी होता है। ആ, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് ഈജിപ്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. और प्रभु के लोगों के संबंधित यदि देखा जाए जो जो इजिप्ट है वहां पर एक समस्या हाल ही में हुआ। തന്റെ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു. और परमेश्वर के लोगों को छुड़ाकर बाहर ले आना वो परमेश्वर की इच्छा थी। അന്ന് ആ കാലഘട്ടത്തിൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രബിൾ സ്പോട്ടായിരുന്നു, പ്രശ്ന സങ്കീർണമായിട്ടുള്ളതായ ഒരു ഒരു സ്ഥലമായിരുന്നു, ഒരു സ്പോട്ടായിരുന്നു ഈജിപ്റ്റ്. और उन दिनों में परमेश्वर के लोगों से संबंधित यदि देखा जाए तो मिस्र परमेश्वर के लोगों के लिए एक बड़ा समस्याओं से भरा हुआ एक स्थान ऐसे माना जाता है। ആ പ്രശ്നബാധിതമായ രാജ്യത്ത് ദൈവം നിയോഗിച്ചത് മോശയെ ആയിരുന്നു. और ऐसे अमेन मुश्किलों से या समस्याओं से भरा हुआ स्थान में से प्रभु के लोगों को बाहर निकालने के लिए परमेश्वर ने मूसा को नियुक्त किया हुआ था। മറ്റൊരു പ്രവാചകനാണ് യെസക്കിയേൽ. और दूसरा एक भविष्यवक्ता है जो हम देख पाते हैं वो एहस्केल है। യെസ്കേലിനെ ദൈവം അയച്ചത് ഒരു സെമിത്തേരിയിലാണ്. और एहस्केल को परमेश्वर एक मुर्दा घर में भेजता है। അവിടെയുള്ളതായ അത് ജീവനില്ലാത്തതായ അസ്ഥികളോട് പ്രവചിക്കുവാൻ പറഞ്ഞു. और वहां जो निर्जीव हड्डियां पड़ी हुई थी उससे भविष्यवाणी करने के लिए परमेश्वर उसे कहता है। അത് ദൈവത്തിന്റെ സഭയിൽ വരുന്നതായ പല ആളുകളും അത് ജീവനറ്റതായ എല്ലുകൾ പോലെയുള്ളതായ അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ അവരോട് ശക്തമായിട്ട് വചനം പറയുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. और प्रभु हमसे ये चाहता है कि कलीसिया में आने वाले हड्डियों के समान सूखी हड्डियों के समान रहने वाले लोगों की ओर देखकर परमेश्वर की भविष्यवाणियों को करने के लिए प्रभु हमसे चाहत रखता है। അവർ ജീവൻ പ്രാപിച്ച് ദൈവരാജ്യത്തിൽ അംഗങ്ങളായി തീരട്ടെ. ओ वे लोग अपने जीवन में जीवन प्राप्त करते हुए परमेश्वर के राज्य का वो एक आमीन सदस्य बन जाने दे। നമ്മുടെ രാജ്യത്ത് അനവധി ആളുകൾ മയക്കുമരുന്നുകൾക്ക് അടിമകളായിട്ട് ജീവിക്കുന്നു. हमारे राज्य में भी हमारे देश में भी कई जगहों में जो है नशीले पदार्थों का सेवन करते हुए उसी के आमीन जो एक गुलाम बनकर लोग रहते हैं। മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ള വ്യക്തികൾക്ക് അതിൽ നിന്നും ഒരു വിടുതൽ പ്രാപിക്കുവാൻ അവർ എത്രമാത്രം കിണഞ്ഞു ശ്രമിച്ചാലും വൈദ്യശാസ്ത്രം എത്രമാത്രം അത് അവരെ സഹായിച്ചാലും ഫലം കണ്ടെത്താറില്ല. और शराब और ऐसे नशीले पदार्थों के आमीन अधीन रहने वाले लोग आमीन जो आमीन उसमें से छुटकारा पाने के लिए कोशिश करते हैं परंतु वो उसमें से छुटकारा नहीं पा पाते हैं। യുവതി യുവാക്കൾ ധാരാളമായിട്ട് ഇതിന് അടിമകളായിരിക്കുന്നു. आज की तारीख में जो है जवान युवा युवती जो हैं इसी के एक जो है गुलाम बनकर चले जा रहे हैं। അവരെ ഈ ദുർമാർഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു വിടുതൽ നൽകുവാൻ തക്കവണ്ണം സുവിശേഷത്തിന് ശക്തിയുണ്ട്. और उन्हें इस प्रकार की गलत रास्ताओं से छुटकारा दिलाने के लिए सुसमाचार के अंदर एक सामर्थ्य छिपी हुई है। ബദ്ധന്മാർക്ക് വിടുതലും ആശ്വാസവും സ്വാതന്ത്ര്യവും ലഭിക്കുന്നത്രേ സുവിശേഷം, ദൈവത്തിന്റെ വചനം. और सुसमाचार क्या है पूछा जाए तो जो लोग बंधुआई में पड़े हुए हैं उन्हें स्वतंत्र करा दे और उनके अंदर परमेश्वर का आनंद को उत्पन्न कराए। പത്രോസും യോഹന്നാനും കൂടി ഒരു നാൾ ദേവാലയത്തിൽ കടന്നു ചെന്നു. और पतरस और यूहन्ना एक समय जो है आराधनालय में प्रवेश करता है। അവിടെ ഒരു മുടന്തനായ വ്യക്തി ഉണ്ടായിരുന്നു. वहां पर एक लंगड़ा व्यक्ति वहां पर बैठा हुआ था। ആ ആ, ആ സ്ഥലത്ത് യേശുവും പല പ്രാവശ്യം പോയിട്ടുണ്ടല്ലോ. और यीशु मसीह भी उस स्थान में कई बार गए हुए थे। എന്നാൽ ആ രോഗിയെ സൗഖ്യമാക്കുന്നതിന് വേണ്ടി യേശു അന്ന് തയ്യാറായില്ല.
परंतु उस बीमार व्यक्ति को चंगाई देने के लिए यीशु मसीह उस दिन तैयार नहीं रहा। ആ വ്യക്തിയെ സൗഖ്യത്തിലേക്ക് നയിക്കുവാനുള്ളതായ ഉത്തരവാദിത്വം ദൈവം മുന്നമേ തന്നെ പത്രോസിനും യോഹന്നാനെയും പരമേൽപ്പിച്ചിരുന്നു. और आमीन, उस व्यक्ति को चंगाई देने का वो जिम्मेदारी जो परमेश्वर ने पहले ही पतरस और यूहन्ना के ऊपर सौंप दिया था। അത് ഇന്ന് നമ്മുടെ ചുറ്റുപാടിൽ കാണുന്നതായ ഇതുപോലുള്ളതായ വ്യക്തികളെ സന്ദർശിക്കുന്നതിനും അവരോട് ദൈവവചനം, മാറ്റത്തിന്റെ, വിടുതലിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ വചനം പ്രസംഗിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. हमें ये बात को समझना है कि हमारे आसपास के लोगों के छुटकारा के लिए, उनके चंगाई के लिए और उन्हें प्रभु का वचन जो ना कभी बदलने वाला है वो देने के लिए परमेश्वर ने हमें बुलाया हुआ है। ഒരു വിടുതലും സൗഖ്യവും പ്രാപിച്ചതായ ഈ വ്യക്തി സന്തോഷം കൊണ്ട് അവൻ അവിടെയെല്ലാം ഓടി നടക്കുന്നതായ ഒരു രംഗം നമുക്കിവിടെ കാണുവാൻ കഴിയും. और एक छुटकारा और आनंद को पाए हुए अनुभव में वो यहाँ वहाँ हमें दौड़ते हुए आनंद के साथ कूदते हुए वो एक दृश्य को हम देख पाते हैं। അവൻ ഓടിച്ചാടി കടന്നു ചെന്നത് ശാന്തമായി നടന്നിരുന്നതായ ആരാധനയ്ക്ക് തടസ്സമുണ്ടാക്കത്തക്ക രീതിയിൽ അവിടെയും അവിടെ കടന്നു ചെന്നായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. और हम वचन में देख पाते हैं कि ये लंगड़ा व्यक्ति जो था वे कूदते हुए, नाचते हुए, शांतता के रूप में आराधना करने वाले आराधनालय में वो प्रवेश करते हैं और वहां के लोगों के लिए एक बड़ा रुकावट वो बन जाता है। അവിടെ ഈ മിറക്കിൾ കണ്ടിട്ട് ആരും മാനസാന്തരപ്പെട്ടില്ല. और वहां इस व्यक्ति के जीवन में आए हुए चंगाई और ये छुटकारे के कार्यों को देखकर कोई मन फिराव की अवस्था में नहीं आया। എന്നാൽ തുടർന്ന് പത്രോസ് നടത്തിയതായ ആ പ്രസംഗത്തിലൂടെ 5000 പേർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. और परंतु उसके पश्चात पतरस ने जो परमेश्वर की उपस्थिति में खड़े होकर जो भविष्यवाणी जो प्रचार कार्यों को किया था, उसके द्वारा 3000 से भी ज्यादा लोग जो हैं वे बपतिस्मा के अनुभव में वे आए। പ്രിയരെ, അതുകൊണ്ട് മിറക്കിൾസ് അല്ല പ്രധാനം, അതിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്നത് ദൈവവചനം അത്രേ. और इसीलिए प्रिय लोग, ये बात को याद रखना है कि कोई भी प्रकार की अद्भुत चिन्ह और चमत्कार नहीं है जो मायने रखता है, परंतु सही रीति से परमेश्वर का वचन को बोलना ये बहुत मायने रखता है। പത്രോസിനും നിരവധിയായിട്ടുള്ളതായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. पतरस को भी कई प्रकार की विरोध को सामना करना पड़ा। ഇനി മേലാൽ ഈ നാമത്തിൽ പ്രസംഗിച്ചു പോകരുതെന്ന് തന്നോട് കൽപ്പിച്ചു. और उससे बात की बाद में धमकी दिया गया कि आगे से कई पर भी इस नाम का प्रचार नहीं करना है। പ്രസംഗിച്ചില്ല എങ്കിലും പത്രോസ് തെരുവിലൂടെ നടക്കുമ്പോൾ, ജനത്തിന്റെ മധ്യേ കൂടി നടക്കുമ്പോൾ തന്റെ നിഴൽ തട്ടിയപ്പോൾ അനേകർ സൗഖ്യമായി. पतरस ने प्रचार नहीं किया, परंतु वहां के सड़कों से चलने के समय में पतरस की परछाई पड़ते ही लोगों के जीवन में चंगाई होने लगी। തങ്ങളുടെ യജമാനായ യേശു ക്രിസ്തു തങ്ങളുടെ മുമ്പിൽ മാതൃകയായി തീർന്നതുപോലെ അവരും ഈ ശിഷ്യന്മാരെല്ലാവരും തന്നെ അതേ മാതൃക സ്വീകരിച്ചുകൊണ്ട് അവരുടെ ജീവൻ ത്യജിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നതായ ആ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. और आमीन, उनके जो स्वामी है उनके और से जो उनकी बातों को मानते हुए आमीन उन्होंने अपने जीवन को आमीन कैसे ले चला, उसके कारण से अनेक लोगों के जीवन में उद्धार का अनुभव को लाने के लिए उन्हें प्रभु ने सहायता किया। ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ ലക്ഷ്യം, പരമവിളിയുടെ ആ ലാക്കിലേക്ക് നാം ഓടുമ്പോൾ ഒട്ടും പിന്മാറാതെ, ഒട്ടും സംശയിക്കാതെ, പൈശാചിക അന്ധകാര ലോകത്തിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകാം. और परमेश्वर ने जब हमें अपने इस मार्ग में आने के लिए हमें बुलाया है और उसके वचनों को ले चलने के लिए हमें जिम्मेदारियों को सौंपा है। आमीन सामने आने वाले हर एक प्रकार के रुकावटों को ध्यान ना देते हुए परमेश्वर के वचन को आगे तक ले जाने के लिए हम तैयार हो जाएं। സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നതായ ബലാത്കാരികളായി നമുക്ക് അതിനെ പിടിച്ചടക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. और स्वर्ग के राज्य को बलपूर्वक प्राप्त करने वाले ऐसे बलवान लोगों के समान हम आमीन उसे हासिल करने के लिए कोशिश करें और उसी के लिए प्रभु हमारी सहायता भी करे। താങ്ക് യു ദേവദാസനെ. थैंक यू बस।